മനുഷ്യൻ തൻ്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ആ സന്ദർഭത്തിൽ വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാഹ്, കാണുന്നവന് കാണാൻ പാകത്തിൽ നരകത്തെ അല്ലാഹു കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കും. ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ. അതിരുവിട്ട് പ്രവർത്തിക്കുകയും ദുനിയാവിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുകയും ചെയ്തവനാരോ അവന് വസിക്കാനുള്ള വാസസ്ഥലം നരകമായിരിക്കും. എന്നാൽ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. എന്നാൽ അല്ലാഹുവിനെ ഭയപ്പെടുകയും അല്ലാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും അധർമ്മങ്ങളിൽ നിന്ന് തിന്മകളിൽ നിന്ന് സ്വന്തം ആത്മാവിനെ പിടിച്ചു വെച്ചുകൊണ്ട് നിയന്ത്രണത്തിന് വിധേയനായ ഒരു ജീവിതം നയിക്കുകയും ചെയ്തവനാരോ അവൻ്റെ വാസസ്ഥലം സ്വർഗവുമായിരിക്കും. അപ്പോൾ രണ്ട് പ്രവർത്തനങ്ങൾ: ഒന്ന്, തനിക്ക് തോന്നിയതുപോലെ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ അള്ളാഹുവിനെയും പ്രവാചകന്മാരെയും ധിക്കരിച്ചുകൊണ്ടുള്ള ജീവിതം. ചില ആളുകൾ അധ്വാനിക്കുന്നത് അങ്ങനെയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പറഞ്ഞത്, വല്ലദീന യസ്ഔന ഫീ ആയാതിനാ മുആജിസീൻ. നമ്മുടെ വചനങ്ങളിൽ മത്സരിച്ചുകൊണ്ട് നമ്മെ തോൽപ്പിച്ചു കളയാം എന്ന് വിചാരിച്ച് നമുക്കെതിരെ അധ്വാനിക്കുന്ന ആളുകൾ, ഉലൈക ലഹും അദാബും മിൻ റിജ്സിൻ അലീം. കഠോരമായ ശിക്ഷയിൽ നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. കാരണം അവർ അധ്വാനിക്കുന്നത് നമ്മുടെ വചനങ്ങൾക്കെതിരാണ്. എന്നാൽ സത്യവിശ്വാസികളായ ആളുകളുടെ അധ്വാനം സ്വർഗലോകത്തിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വിശ്വാസികളെ, യൗമുൽ ജുമുഅയിൽ നിങ്ങളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ഫസ്ഔ, നിങ്ങൾ അധ്വാനിക്കണം, മത്സരിക്കണം, ഉത്സാഹിക്കണം. ഏതു വിഷയത്തിലേക്ക്? ഇലാ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക്, അള്ളാഹുവിൻ്റെ ഓർമ്മയിലേക്ക്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിലേക്ക് സഈ നടത്തുന്ന അധ്വാനിക്കുന്നവരുണ്ട്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്. ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടാത്തത് അവർക്കുള്ള വാസസ്ഥലം നരകമാണ്. ആരാണോ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല ജീവിതം നയിക്കുന്നത് അവരുടെ വാസസ്ഥലം സ്വർഗവുമാണ്. അതുകൊണ്ട് സ്വർഗത്തിനു വേണ്ടി അധ്വാനിക്കണം, മഹത്തായ വിജയത്തിനു വേണ്ടി അധ്വാനിക്കണം. മരണാനന്തര ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരു വിഷയത്തിലും നമ്മൾ അധ്വാനിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ അധ്വാനം മരണാനന്തര ജീവിതത്തിലെ വിജയത്തിനു വേണ്ടിയായിരിക്കട്ടെ. അതേ സന്ദർഭത്തിൽ ആ വിജയം നമുക്ക് മാത്രം പോരാ, പിന്നെയോ നമ്മുടെ സഹജീവികൾക്കും നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്കും നമ്മുടെ നാട്ടുകാർക്കുമെല്ലാം തന്നെ ആ ഖൈർ ലഭിക്കണം. അതിനുവേണ്ടിയും നാം അധ്വാനിക്കണം. അതുകൊണ്ടാണ് സൂറത്തു യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പ്രവാചകന്മാരെ ധിക്കരിച്ച ഒരു സമൂഹത്തിൻ്റെ ദുരവസ്ഥ കണ്ടപ്പോൾ, വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. പട്ടണത്തിൻ്റെ അങ്ങേ തലയിൽ നിന്നൊരാൾ വന്നു. എങ്ങനെ വന്നു? യസ്ആ, ഓടിക്കിതച്ചുകൊണ്ട് ഓടിക്കൊണ്ടുവന്നു. കാരണം തൻ്റെ സമൂഹം അപകടത്തിലാണ്. മഹാന്മാരായ പ്രവാചകന്മാരെ നിഷേധിക്കുക വഴി ഈ ലോകവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം തൻ്റെ നാട്ടുകാർ ചെയ്യുന്നത് കണ്ടപ്പോൾ, ഒരു വേള തൻ്റെ ജീവിതത്തിന് അപകടമുണ്ടാകാമെന്ന് കരുതിയ സന്ദർഭത്തിൽ പോലും ആ ഹക്ക് അദ്ദേഹം മറച്ചുവെച്ചില്ല. പിന്നെ ഓടി വന്നിട്ട് പറഞ്ഞു, യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. സന്മാർഗികളും ഒരു പ്രതിഫലവും തങ്ങളുടെ പ്രബോധനത്തിന് ചോദിക്കാത്തവരുമായ നിഷ്കളങ്കരായ ഈ മഹാന്മാരായ പ്രവാചകന്മാരെ നിങ്ങൾ പിൻപറ്റൂ. അദ്ദേഹം അവിടെ തൗഹീദിന് വേണ്ടി വാദിച്ചു, ശിർക്കിനെതിരെ അദ്ദേഹം സംസാരിച്ചു. അവസാനം ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. ആ സമൂഹം അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖീല ദുഖുലുൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, താങ്കൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. വലിയൊരു സഅയാണ്, വലിയൊരു അധ്വാനമാണ്, വലിയൊരു നന്മയാണ് താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്ത എന്താണ്? യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ സമുദായം ഇതൊന്നറിഞ്ഞിരുന്നെങ്കിൽ, ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, എൻ്റെ റബ്ബെനിക്ക് പുറത്തു തരികയും മാന്യന്മാരിൽ ആദരിക്കപ്പെട്ടവരിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. മിനൽ മുക്രമീൻ, അള്ളാഹുവിൻ്റെ ആദരവ് ലഭിച്ച ആളുകളിൽ ഉൾപ്പെടാൻ. സത്യത്തിൻ്റെ പ്രബോധനത്തിന് വേണ്ടി അധ്വാനിക്കണം.
ഒരു സമൂഹം ഒന്നടങ്കം നന്മക്കെതിരെ തിരിയുമ്പോൾ അവരെ തടയാൻ ശബ്ദമുയർത്തുക എന്നത് ആദരണീയമായ പ്രവർത്തനമാണ്. മിണ്ടാതിരിക്കുക എന്നതല്ല, മൗനമവലംബിക്കലല്ല, നന്മയിലേക്ക് ക്ഷണിക്കുക, ഓർമ്മപ്പെടുത്തുക, സമൂഹത്തെ തിന്മയിൽ നിന്ന് തടയുക. അവർക്ക് അള്ളാഹുവിൻ്റെ സ്വർഗമുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള ആദരവുണ്ട്. അത് കേവലം ദീനിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ദുനിയാവിൻ്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ കൊല്ലാൻ വേണ്ടി ആ രാജ്യത്തിലെ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും കൊടിയ ശത്രുവായ ഫിർഔൻ പദ്ധതിയിട്ട സന്ദർഭത്തിൽ വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്ആ ഖാല യാ മൂസ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ. ഓ മൂസ, താങ്കളെ കൊല്ലാൻ വേണ്ടി ഫിർഔനും ആളുകളും പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോയി കൊള്ളുക. താങ്കളോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ് ഞാനത് പറയുന്നത്. ആ മനുഷ്യൻ്റെ ആ വാചകം ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകളും പാരായണം ചെയ്യുന്ന വേദഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തിയത് എന്തിനാണ്? ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക, ഒരു സമുദായത്തെ സംരക്ഷിക്കുക, അതിനുവേണ്ടി ശബ്ദിക്കുക, അതിനുവേണ്ടി സംസാരിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നത് മഹനീയമായ പ്രവർത്തനമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകാവസാനം വരെ പാരായണം ചെയ്യപ്പെടുന്ന പരിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ കൊല്ലാൻ വേണ്ടിയുള്ള സംസാരം ഫിർഔൻ നടത്തിയപ്പോൾ ഫിർഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് സധൈര്യം കയറി ചെന്നുകൊണ്ട് പറഞ്ഞു, وقال رجل مؤمن من آل فرعون يكتم إيمانه وتقتلون رجلا أن يقول ربي الله وقد جاءكم بالبينات من ربكم. അല്ലാഹുവാണ് എൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, തൗഹീദ് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ, അതും വ്യക്തമായ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതിൻ്റെ പേരിൽ ഈ മനുഷ്യനെ കൊന്നുകളയാനാണോ ഫിർഔനെ നിന്റെ തീരുമാനം, നീ തീരുമാനിച്ചത്? ആ മനുഷ്യൻ്റെ ശക്തമായ വാദത്തിൽ ഫിർഔൻ പോലും ഒന്ന് കുലുങ്ങിപ്പോയി എന്നും, ഞാൻ നല്ലത് മാത്രമാണ് പറയുന്നത്, ഞാൻ നല്ലതേ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഫിർഔനിൻ്റെ സ്വഭാവം മാറിയതായി പിന്നീടുള്ള വചനങ്ങളിൽ സൂറത്തുൽ ഗാഫിറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ സത്യത്തെ ഉറക്കെ പ്രഖ്യാപിക്കാനും സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുവാനുമുള്ള അധ്വാനവും തീർച്ചയായും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതിനപ്പുറത്ത് ഈ ദുനിയാവിൽ ഏറ്റവും നല്ല ഒരു ജീവിതം നയിക്കാൻ നമുക്ക് അധ്വാനിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് തൻ്റെ കുടുംബത്തിനു വേണ്ടി ചുറുചുറുക്കോടുകൂടി അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, എത്ര നന്നായിരുന്നു ഇൻ കാന ഫീ സബീലില്ലാഹ്. ഈ ഒരു അധ്വാനവും ഈ ഒരു ഉത്സാഹവും യുദ്ധക്കളത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിൻ്റെ വിഷയത്തിലായിരുന്നെങ്കിൽ എത്ര ഹൈറായിരുന്നു. ഇത് പക്ഷേ കച്ചവടത്തിന് വേണ്ടിയാണല്ലോ, കുടുംബത്തിന് വേണ്ടിയാണല്ലോ ഈ അധ്വാനം. അപ്പോൾ അവർ മനസ്സിലാക്കിയത് തൻ്റെ കുടുംബത്തിനു വേണ്ടിയും ദുനിയാവിനു വേണ്ടിയും അധ്വാനിക്കുക എന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണെന്ന് കരുതിയിട്ടാണ് സ്വഹാബത്ത് അങ്ങനെ പറഞ്ഞത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ല, അങ്ങനെ പറയരുത്. ഇൻ കാന യസ്ആ അലാ അബവൈഹി കബീറൈനി ശൈഖൈനി ഫഹുവ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ തന്നെയാണ് ഈ അധ്വാനം. കാരണം വയസ്സരായ വൃദ്ധരായ തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള അധ്വാനമാണത്. അത് ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള സഅയാണത്, അധ്വാനമാണ്. അതേപോലെ തന്നെ ഇൻ കാന അലാ സുബിയത്തിൻ സിഗാർ, ചെറിയ മക്കൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾക്ക് വേണ്ടിയാണ് അധ്വാനമെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അതും അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ്. അല്ലെങ്കിൽ ഇൻ കാന സഈഹു അലാ നഫ്സിഹി ഹത്താ യുഗ്നിയഹാ ഫഹുവ ഫീ സബീലില്ലാഹ്, മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തനായി ജീവിക്കാൻ വേണ്ടിയാണ് ഈ അധ്വാനമെങ്കിൽ അതും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ദുനിയാവിലെ ഉപജീവനം നിലനിർത്താനും മാതാപിതാക്കളെയും മക്കളെയും കുടുംബത്തെയും പോറ്റാനും വേണ്ടി ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന ആളുകളുടെ അധ്വാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാർഗത്തിലുള്ള അധ്വാനമായി പരിഗണിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എന്നാൽ അത് നമ്മളുടെ വിഷയത്തിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഹിദായത്ത് നമുക്ക് വേണം, നമ്മുടെ സമൂഹത്തിനും വേണം, എന്നതുപോലെ തന്നെ ഉപജീവനം നമുക്കും വേണം. അതില്ലാതെ പോയ ഫക്കീറുകൾക്കും മിസ്കീനുകൾക്കും വേണം. ويطعمون الطعام على حبه مسكينا ويتيما واسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. നിങ്ങളിൽ നിന്നൊരു പ്രതിഫലവും നന്ദിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് മിസ്കീനുകൾക്കും പാവപ്പെട്ടവർക്കും തടവിലാക്കപ്പെട്ട ആളുകൾക്കും
ധനത്തോടും ഭക്ഷണത്തോടും പ്രിയമുണ്ടായിരിക്കെ തന്നെ അവർക്കൊക്കെ വിതരണം ചെയ്യുകയും സദഖയും സകാത്തും നൽകിക്കൊണ്ട് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ആളുകൾ, ആ ആളുകളുടെ പ്രവർത്തനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിപൂർവ്വം സ്വീകരിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവിന് വേണ്ടിയും ശരിയായ ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ അതോടൊപ്പം തന്നെ ആത്യന്തികമായി നാളെ ആഖിറത്തിനു വേണ്ടിയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ശരിയായ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അധ്വാനിച്ചാൽ ആ അധ്വാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. നേരെ മറിച്ചാണ് നമ്മളുടെ തീരുമാനമെങ്കിൽ തീർച്ചയായും നമ്മൾ പരാജയപ്പെട്ടു പോകും. ഈ ഒരു മഹായാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.